ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവരെന്താണ് ചെയ്യേണ്ടത്? അമ്മയെ ഒരു ദിവസം നമ്മൾ ഒരുപാട് പ്രാവശ്യം വിളിക്കുമ്പോൾ ആ പവർ ഉണ്ടാവും. അതുപോലെയാണ് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചതിന് 100% ഇത് ശരിക്കൊരു മായാലോകമല്ലേ. നമ്മൾ കേൾക്കുന്നത് അന്ധവിശ്വാസത്തിലാണ് ആദ്യം ജനിക്കുന്നത് തന്നെ. പിന്നെ ഓരോരോ വിശ്വാസങ്ങൾ പറഞ്ഞും കണ്ടും കേട്ടൊരു തികച്ചൊരു മായാലോകമല്ലേ. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ മൂർത്തിയെ കാണുന്ന സമയത്ത് എൻ്റെ വിചാരം ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ പിന്നെയും പിന്നെയും കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അസ്ട്രൽ ട്രാവൽ ചെയ്യുമ്പോഴോ ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ചില ദൈവത്തെ കണ്ട പല മനുഷ്യരുമുണ്ട്. അപ്പോൾ ചേട്ടൻ തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ ഇത് പഠിപ്പിച്ചു, അതായത് ഈ ചില വിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ ഇന്ന ദൈവത്തെ കാണാറുണ്ട്. ചിലപ്പോൾ അവരുടെ തോന്നലാകാം, ചിലപ്പോൾ യഥാർത്ഥ ഒരു ദൈവിക ചൈതന്യമാകാം എന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തെ കാണുന്നതാണ്. ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവരെന്താണ് ചെയ്യേണ്ടത്? രാഹുൽ, നല്ല ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനുഷ്യരായി ജീവിക്കുന്ന സമയത്ത് നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട് അല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കണ്ടിന്യൂസ് ട്രാവലിലായിരുന്നു. രാഹുലിന് അറിയാലോ. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഒരു ദിവസം രാവിലെ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ നമുക്ക് വേണ്ടപ്പെട്ട അരുൺ ഒരു ക്ലയൻറ്റിനെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയായിരുന്നു എന്നെ കാണാൻ വേണ്ടി. അപ്പം ഞാൻ ഡയറക്റ്റ്ലി ഒരാൾക്കും കൺസൾട്ടേഷൻ കൊടുക്കാറില്ല, ഡയറക്റ്റ്ലി ആരുമായിട്ടും. കാരണം വെച്ചാൽ സമയമില്ല. രണ്ടാമത്തെ കേസ് കൺസൾട്ടേഷൻ ആ ഒരു സംഭവമല്ല. വന്ന സമയത്ത് ആ ഒരു അമ്മയും മകനുമാണ് വന്നത്. അമ്മയുടെയും മകൻ്റെയും പ്രശ്നം വീട്ടിലൊരു ബാധയുണ്ടെന്നുള്ളതായിരുന്നു. ഇത് ഈ ദൈവം എന്ന് പറയുന്ന സംഭവം പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്. എത്രയോ വർഷമായിട്ട് ആ സ്ത്രീയും ആ മകനും പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. പലയിടത്തും പൈസ കൊടുത്തു, പലരെയും വിളിച്ചുകൊണ്ട് വരുന്നു, ബാധ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇത് വെറുതെ അല്ലേ, ബാധയൊന്നുമില്ല, നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പോയി കിടന്നുറങ്ങും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല സാറേ, ഭയങ്കര ബാധ, നമ്മൾ എവിടെ പോയാലും നമ്മളെ പിന്തുടരുന്നു എന്ന് പറഞ്ഞു. സംഭവം അവർ പറയുന്ന സമയത്ത് ശരിയാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മളൊരാൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി, പേടിപ്പെടുത്താതിരിക്കാൻ വേണ്ടി കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല, ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, അത് ഭയങ്കര പ്രശ്നമാണെന്ന്, അതിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ കൺസൾട്ട് ചെയ്തു. ഞാൻ പേയ്മെൻ്റ് ഒന്നും മേടിച്ചില്ല. അതിനുശേഷം ഞാൻ പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ ഒരാളിനെ കണക്ട് ചെയ്ത് തരാം. ഞാൻ ഇവിടെ വച്ചിട്ട് തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളിനെ, നമ്മുടെ ഇവിടെ ഇൻ്റർവ്യൂ എടുത്ത ഒരാളിനെ കണക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഇവർക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇതാണ് പ്രശ്നം, എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ സന്തോഷമെന്ന് പറഞ്ഞു. ആ പ്രദീപ്ജി പറഞ്ഞതല്ലേ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നേരെ പുറകില്ല പോയപ്പോൾ 2 ബാധയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് കറക്റ്റാണ്. രാത്രി മകൾ കിടന്നുറങ്ങുന്ന സമയത്ത് മകളുടെ ദേഹത്ത് എപ്പോഴും വന്ന് പ്രസ് ചെയ്യുന്നു, കൈ പിടിച്ച് വലിക്കുന്നു, കാലിൽ നിന്ന് പിടിച്ച് താഴെ ഇടുന്നു. മകൻ ഇതുപോലെ പ്രശ്നം, അമ്മയ്ക്ക് പ്രശ്നം, 3 പേർക്കും പ്രശ്നമാണ്. ആർക്കും രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററലി ഉറങ്ങാൻ പറ്റില്ല. അവർ ഉറങ്ങുന്നത് റിലേറ്റീവ്സിൻ്റെ വീട്ടിലോ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം പോയിട്ട് പറഞ്ഞ് 2 ബാധയുണ്ട്, ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ, ബാധയൊക്കെ വെറുതെ പറയുന്നതാണോ? അല്ല, ഞാൻ അവരെ എങ്ങനെ ലൈറ്റർ സ്റ്റേജിലാക്കാനാണ് നോക്കിയത്, പേടിപ്പെടുത്താതിരിക്കാൻ വേണ്ടി. വളരെ കറക്റ്റായിരുന്നു. ഇദ്ദേഹം മാറ്റിക്കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ബാധയാണോ ഏതെങ്കിലും ദൈവത്തിനെയാണോ നിങ്ങൾ കണ്ടത്? ദൈവത്തിന് ഞാൻ ഉദ്ദേശിച്ച എന്തെങ്കിലും മൂർത്തിയാണോ എന്ന് മനസ്സിലാക്കാനാണ് ചോദിച്ചത്. അപ്പോൾ ബാധയാണെന്ന് പറഞ്ഞ് രൂപമൊക്കെ ഓൾമോസ്റ്റ് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എൻ്റെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി ഞാൻ നോർമലി അങ്ങോട്ട് വിളിച്ച് ചോദിക്കാറില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചു, ഇപ്പോൾ അവിടെ എങ്ങനെയാണ്, പ്രോബ്ലമൊക്കെ സോൾവ് ആണോ? അപ്പോൾ അവർ പറഞ്ഞു, ഭയങ്കര സന്തോഷം, ഒരു കുഴപ്പമില്ല, ഇപ്പോൾ എത്രയോ മാസങ്ങൾക്ക് ശേഷം സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നു. ആ സമയത്ത് ഞാൻ നമ്മുടെ രോഹിത്തിനെയും വിളിച്ചു, അരുണിനെയും വിളിച്ചു. അരുൺ, ഇങ്ങനൊരു ക്ലയൻറ്റിനെ അതിലൂടെ കൊണ്ടുവന്നിട്ട് ഓർമ്മയുണ്ടോ, പ്രോബ്ലം സോൾവ് ആണെന്ന് ഞാൻ അറിഞ്ഞു, സന്തോഷം, ഇനി ഇങ്ങനെയുള്ള കേസ് എൻ്റർടൈൻമെൻറ്റ് കൺസൾട്ടേഷനിലേക്ക് കൊണ്ടുവരരുത് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവരെന്നെ ഇങ്ങോട്ട് വിളിച്ചു, പ്രദീപ് സാറേ, പൂർണ്ണമായിട്ടും ബാധയൊക്കെ മാറി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ അന്നും ചോദിച്ചു, ബാധയാണോ നിങ്ങൾ ഏതെങ്കിലും മൂർത്തിയാണോ കണ്ടത്? കാരണം അത്യാവശ്യം അവർ ജപിക്കുന്നവരാണ്. ഒരു മന്ത്രം ഇത്ര ഉരുവിന് മേളിൽ ജപം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു എനർജി അവിടെ ഉണ്ടാവും. അപ്പോൾ ഏത് ഉപാസനാമൂർത്തിയാണോ നമ്മൾ ജപിക്കുന്നത്, അപ്പോൾ ആ മൂർത്തിയുടെ പ്രസൻസ് പല രീതിയിൽ കാണാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന പൂജാരിമാരും തന്ത്രിമാരും എന്താ ചെയ്യുന്നത്, ഒരു വിഗ്രഹത്തിനെ എന്താ പറയുക, എനർജി കൊടുത്ത് അതിനെ ഒരു പൂർണ്ണ രൂപത്തിലാക്കി മാറ്റുന്നു. ആ സമയത്ത് ഇനിയിപ്പോൾ ഈവൻ കല്ലിനെ പൂജിച്ചാലും ശക്തിയില്ലേ. അപ്പോൾ അതുപോലെ സാധാരണപ്പെട്ട ഒരാൾ അറിഞ്ഞ് വിളിക്കുമ്പോൾ, നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്ന അമ്മയെന്ന് വെച്ചാന്നോണം. അതെ. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന പവർ ഭയങ്കര വലുതാണ്. അമ്മയെ ഒരു ദിവസം നമ്മൾ ഒരുപാട് പ്രാവശ്യം വിളിക്കുമ്പോൾ ആ പവർ ഉണ്ടാവും. അതുപോലെയാണ് ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചതിന് 100% ദൈവമുണ്ട്. ദൈവത്തിനെ കണ്ടവർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിനെ കണ്ടവർ വീണ്ടും അവരുടെ
എനർജിയെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ മോക്ഷപ്രാപ്തിക്കായിട്ടല്ലേ നമ്മളെല്ലാം ഇവിടെ റീബർത്ത് എടുത്ത് വന്നേക്കുന്നത്. രാഹുലെ, അപ്പോൾ ഈ പറയുന്ന അവിടെ കണ്ടത് 2 ബാധയെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് മൂർത്തിയാണോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ട് അവർ ജപിക്കുന്നവരായിരിക്കും, ഓരോ മന്ത്രത്തിനും പവർ ഉണ്ടാവും. മൂർത്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആകാം. കാരണം ഈ ഒരു വിഷമ സാഹചര്യം വരുമ്പം ഏതെങ്കിലും ഒരു മൂർത്തി, ഏതെങ്കിലും ഒരു ദൈവത്തിന് സ്വാഭാവികമായിട്ട് ഒരു വിളിക്കും, ആത്മാർത്ഥമായി ജപിക്കും. ആത്മാർത്ഥമായിട്ട് ജപിക്കുന്ന സമയത്ത് അതിന് റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ മൂർത്തിയുടെ പ്രസൻസ് കാണാൻ പറ്റും, ചിലപ്പോൾ സൊല്യൂഷൻസ് കിട്ടാം. അപ്പോൾ ഇത് പേടിയായിരിക്കും ചില ആൾക്കാർ. ഒരു മൂർത്തിയെ കാണുക എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ഭയമായിരിക്കും, ചിലവർക്ക് സ്നേഹമായിരിക്കും, ബഹുമാനം. ഇതൊന്നും പെട്ടെന്ന് പറഞ്ഞിട്ടല്ലല്ലോ വരുന്നത്. അപ്പോൾ അതുപോലെയാണ് ഈ പറയുന്ന ഭഗവാനെ കണ്ടു എന്ന് പറയുന്നത്. അതൊരു മൂർത്തിയായിരുന്നു അതോ ബാധ തന്നെ? ബാധ തന്നെയായിരുന്നു. അപ്പം ഞാൻ ഈ ഒഴിപ്പിച്ചു കൊടുത്ത അദ്ദേഹത്തിന് ഞാൻ വിളിച്ച എൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്തു. എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഞാൻ ചോദിച്ചു എന്താണെന്ന് അറിയാൻ വേണ്ടി. ഞാൻ അതിനുവേണ്ടി കുറച്ച് കോൾ എല്ലാവരെയും ചെയ്തു, എന്താണെന്ന് അറിയാൻ. വിളിച്ചവൻ പറഞ്ഞു, പ്രദീപ് ജി, ഞാൻ ട്രിവാൻഡ്രത്ത് പോയ സമയത്ത് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇവർക്ക് ഫണ്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പെൻസ് ഇല്ലാതെ ഞാൻ ചെയ്തു കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അദ്ദേഹം എങ്ങനെ എക്സ്പെൻസ് ഇല്ലാതെ ചെയ്തു കൊടുത്തു എനിക്ക് അറിയണമല്ലോ. എങ്കിൽ ഒരുപാട് പേരുണ്ട്, നിരന്തരം വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതായത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തു, ബാധ തന്നെയാണ്, ഞാൻ ഒഴിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, ഇനി പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. 1 വീക്ക് കഴിഞ്ഞപ്പോൾ ലേഡി എന്നെ വിളിച്ചു, പ്രോബ്ലം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഏത് മന്ത്രമാണോ നമ്മൾ ജപിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണോ വിശ്വസിക്കുന്നത്, അതിന് പവർ ഉണ്ടാവും. ഇതെല്ലാം മനസ്സിൻ്റെ ഒരു ശക്തിയാണ്. ദൈവങ്ങളപ്പോൾ ഒരു ബാധാദോഷത്തിൻ്റെ പോലെ, അതായത് ബാധ ഉപദ്രവത്തിൻ്റെ പോലൊക്കെ ഒരുപാട് മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാലും ആ ഒരു ശക്തി അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ രാത്രി ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിൽ, ഇപ്പോൾ അന്ന് ഞാനും നമ്മുടെ ചങ്ങനാശ്ശേരി രാജേഷിയായിട്ട് ഇൻ്റർവ്യൂ എടുക്കുകയുണ്ടായി. അദ്ദേഹം ഇവിടെ നിന്നും കാലിക്കറ്റോ കണ്ണൂരോ പോകുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിനോടൊപ്പം കാറിലുണ്ടായിരുന്ന നല്ല തപസ്സൊക്കെയുള്ള ഒരു പരികർമ്മി ഉണ്ടായിരുന്നു. ഇവർ രാത്രി ഇടയ്ക്ക് വണ്ടി നിർത്തുകയും, ഇൻ്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു രൂപം ഇങ്ങനെ പോയി, ഒരു രൂപം ഇദ്ദേഹം കണ്ടു. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. ആ സമയത്ത് പരികർമ്മിക്ക് കാര്യം മനസ്സിലായി. ഒരു വണ്ടി കയറുന്നു, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, പക്ഷേ വണ്ടിയുടെ റൂട്ട് മാറിപ്പോകുന്നു, പല സ്ഥലങ്ങളിലും എത്തുന്നു. ഇതുപോലെ തന്നെ അദ്ദേഹം 2 വീലറിൽ പോയപ്പോൾ 2 വീലറിൻ്റെ ബാക്കിൽ നിന്ന് ഒരാൾ പിടിച്ചു വലിക്കുന്നു. ഈ യക്ഷിണി എന്നൊക്കെ പറയുന്ന ഒരുപാട്, അതായത് ഈ യക്ഷിയായി മാറിയ ഒരുപാട് എനർജീസ് ഉള്ള സ്ഥലങ്ങളായിരിക്കില്ലേ പോകുന്നത്. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ മൂർത്തിയായിട്ടായിരിക്കാം കാണുക, ചിലപ്പോൾ മൂർത്തിയായിട്ടായിരിക്കില്ല, ഏതെങ്കിലും എന്താ പറയുക എനർജി ആയിട്ടായിരിക്കും, ഏതെങ്കിലും ഒരു ബാധയായിട്ടായിരിക്കും കാണുക. ഇങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്നിനോടും എതിർക്കാതെ കഴിവതും ഈ ഭഗവാനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവദർശനം കിട്ടിയെന്ന് പറഞ്ഞവർ അത് വലിയ കാര്യമായിട്ട് എടുക്കാതെ വീണ്ടും അടുത്ത തലത്തിലേക്ക് വരിക എന്നുള്ള മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അടുത്ത തലത്തിലേക്ക് വരാൻ ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ കാണുന്നുണ്ടെങ്കിൽ ആ മോക്ഷം കിട്ടാറായി എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഒരിക്കലുമല്ല. മോക്ഷപ്രാപ്തിയിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളില്ലേ. നമ്മളൊരു മനുഷ്യനായി ഇവിടെ ജന്മമെടുത്ത് റീബർത്ത് എടുത്ത് വരുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ തീരുകയും ആ കർമ്മങ്ങൾ മുന്നിലേക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് വരും. ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മഫലങ്ങളൊക്കെ ഹീലായി പോകില്ലേ? അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ രാഹുൽ ഇന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജപം ചെയ്തു നോക്കി ഏതെങ്കിലും മൂർത്തിയെ കാണാൻ പറ്റും, മൂർത്തിയെ പ്രസൻസ് കാണാൻ പറ്റും. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ പൂർണ്ണമായിട്ടും ദൈവത്തിനെ കണ്ടു അല്ലെങ്കിൽ കർമ്മമെല്ലാം കഴിഞ്ഞു എന്നുള്ളതാണോ? ഒരിക്കലുമല്ല. ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ അടുത്ത തലത്തിലേക്ക് പോകുക മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ 7th ഡയമെൻഷൻ കഴിഞ്ഞ് പോകുമ്പോഴാണ് അല്ലേ. അപ്പം 7 തലങ്ങൾ കഴിഞ്ഞ് പോകുമ്പോഴാണ് മോക്ഷപ്രാപ്തി. നമ്മളിപ്പോൾ ഏത് തലത്തിലാണ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പോൾ ഈ തലത്തിൽ ഒരു ദൈവത്തെ കാണുക എന്ന് പറയുന്നത് വെറും ഒരു മായ മാത്രമാണ്. ഇത് ശരിക്കൊരു മായാലോകമല്ലേ. നമ്മൾ കേൾക്കുന്നത് അന്ധവിശ്വാസത്തിലാണ് ആദ്യം ജനിക്കുന്നത് തന്നെ. പിന്നെ ഓരോരോ വിശ്വാസങ്ങൾ പറഞ്ഞും കണ്ടും കേട്ട് തികച്ചൊരു മായാലോകമല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു മൂർത്തിയെ കണ്ടു കഴിഞ്ഞാൽ അവിടെ പൂർണ്ണമാകുമെന്ന് പറയാം? ഒരിക്കലുമല്ല. ഇത് അടുത്ത ഡയമെൻഷൻസിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ തപം കൂട്ടുക, നമ്മുടെ ജപം കൂട്ടുക എന്നുള്ളതാണ്. ഓരോ പടി കടന്ന് മേളിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും മോക്ഷപ്രാപ്തിയിലേക്ക്. മോക്ഷപ്രാപ്തിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്, ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ മൂർത്തിയെ കാണുന്ന സമയത്ത് എൻ്റെ വിചാരം ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ പിന്നെയും കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അസ്ട്രൽ ട്രാവൽ ചെയ്യുമ്പോഴോ ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളൊക്കെ വെറും കണികകളാണ്, സാധാരണപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് മേളിൽ നിൽക്കുന്ന ഗുരുവര്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ എത്രയോ വർഷത്തെ തപോബലമോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലുണ്ടാവുന്ന ഉപാസനയുടെ ബലം കൊണ്ട് ഇപ്പം അങ്ങനെ ആയി നിൽക്കുന്നവരായിരിക്കാം. ഇപ്പോൾ
ഒന്നോ രണ്ടോ മൂർത്തിയെ കാണുന്നതൊന്നുമല്ല ദൈവ സാന്നിധ്യമൊന്നും. ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ തികച്ചും ദൈവീകം ഉണ്ടാകും. അതായത് നമ്മൾ ഈ ജ്യോതിഷം നോക്കാൻ പോകുമ്പോൾ എന്താ പറയുക, ഈ, ദൈവപ്രസാദമുണ്ടോ എന്ന് നോക്കില്ലേ. എല്ലാ സമയം ദൈവപ്രസാദം ഉള്ളവനാണ് ദൈവികം അല്ലേ. ദൈവപ്രസാദം ഉണ്ടാവുക വെച്ചാൽ നമ്മളെ കൂടെ പൂർണ്ണമായിട്ടും ദൈവികത ഉണ്ടാവണം. എപ്പോഴും നമ്മൾ നല്ല ജപത്തിലായിരിക്കണം. നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവികത ഉണ്ടാവും. അത് ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ തേജസ് നമ്മൾ പോലും അറിയാതെ കൂടും. അല്ലാതെ ഒരു മൂർത്തിയെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസാന്നിധ്യം കിട്ടി എനിക്കെല്ലാമായി എന്ന് വിചാരിക്കുന്നതല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം.